നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഒരുപാട് വേർഷൻ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് കേരളത്തിൽ ഒരു 5-8 വേർഷൻ ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ വിശദീകരിക്കാൻ ഒരുപാട് ഏജൻസികളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് വ്യത്യസ്തമായ ഏജൻസികൾ വിശദീകരിക്കുന്ന വ്യത്യസ്ത ബ്രാൻഡുകളിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ് ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പ്രവാചക പ്രോക്തമായ ദർശനത്തെ പിൻപറ്റുന്ന ആശയത്തിന്റെ പേരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ രംഗത്ത് ജനാധിപത്യത്തിന്റെയും നിയമത്തിന്റെയും അകത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കൽ ഈ കാലഘട്ടത്തിൽ ഒരു ദൗത്യമായി ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ഏത് നിങ്ങൾ ഏത് പക്ഷക്കാരാകട്ടെ, നിങ്ങൾ ഏത് കക്ഷിയാവട്ടെ, ജമാഅത്താകട്ടെ ജമാഅത്തല്ലാതെ ആകട്ടെ, നമുക്ക് യോജിക്കാം. ഒരൊറ്റ പോയിന്റിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാത അനുധാവനം ചെയ്യുന്നിടത്ത് നമുക്ക് യോജിക്കാം. ഒരൊറ്റ പോയിന്റിൽ വിശുദ്ധ ഖുർആനിന്റെ അർത്ഥാശയം മനസ്സിലാക്കുന്നതിന്റെ കാര്യത്തിൽ അത് മനസ്സിലാക്കി, അത് ജീവിതത്തിൽ പകർത്തി, അത് വ്യക്തി ജീവിതത്തെ പുഷ്കരമാക്കി, അത് കുടുംബ ജീവിതത്തെ സന്തോഷകരമാക്കി, അത് സാമൂഹ്യ ജീവിതത്തെ സമാധാനപരമാക്കി, അത് ലോകക്രമത്തെ തന്നെ നിർഭയത്വം പുലരുന്ന നാടാക്കി മാറ്റുന്ന വലിയ സ്വപ്നം നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സുന്ദരമായ ഈ സായാഹ്നത്തിൽ അള്ളാഹുവിന്റെ കലാം, അതുമായി ബന്ധപ്പെട്ട് അത് പറയാനും അത് പഠിപ്പിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ നിറഞ്ഞ മാലാഖമാരുടെ സദസ്സുള്ള, മലക്കുകളുടെ സാന്നിധ്യമുള്ള ഈ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.